ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്ക് ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പം നമ്മൾ 2-3 ദിവസം കൊണ്ട് ബ്യൂട്ടി ടിപ്പൊന്നും കാണിക്കുന്നില്ല. ഓണമൊക്കെ കഴിയട്ടെ, അപ്പോൾ ഭയങ്കര തിരക്കാണ്. ഇന്ന് എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ, ഇവിടുത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ ഇന്ന് കാണാം. വീഡിയോയ്ക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം. കുഞ്ഞു വിശേഷങ്ങളാട്ടോ. എന്താ മോളെ? അപ്പോഴേ മാവേലിയൊക്കെ ആണ്ടിൽ ഒരിക്കൽ മാത്രമേ വരത്തുള്ളൂ. എൻ്റെ കൂടെ എനിക്ക് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരേ ഒരാളത് എൻ്റെ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ കേട്ടോ. മാവേലി ആണ്ടിൽ ഒരിക്കൽ മാത്രം എന്നെ വന്ന് കാണും. ഇപ്പോഴേ എൻ്റെ അടുത്ത് എപ്പോഴും കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും ചെന്ന് പറയുന്നത് ദേഹത്തിനോടാണ് കേട്ടോ. അപ്പോഴും ഞാൻ മറന്നിട്ടില്ല. മാവേലിയൊക്കെ വന്നിട്ട് പോയി, എൻ്റെ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ എനിക്ക് എപ്പോഴും തോന്നാം കേട്ടോ. അപ്പോഴേ ഇന്ന് ചതയം കേട്ടോ, ചതയ ദിനാഘോഷം നേരത്തെയൊക്കെ നമ്മളങ്ങ് നടത്തി. അതുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മുടെ വീട്ടിൽ കുഞ്ഞു ചതയ ദിനാഘോഷങ്ങളൊക്കെ ഉള്ളു കേട്ടോ. ചതയം നേരത്തെ ഇന്ന് ഇപ്പം കന്നിമാസം 1-ാം തീയതിയല്ലേ അല്ലേ കൃഷ്ണ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സോപ്പിടിയിലൊന്നും അല്ല കേട്ടോ, സോപ്പിടിയിലാണെന്നും കരുതല്ലേ കേട്ടാ. സോപ്പിടിയിലൊന്നും അല്ല എൻ്റെ കൃഷ്ണനോട് കേട്ടോ. എപ്പോഴും എൻ്റെ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നാം. ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു. ഇന്നിപ്പോ 3ാമത്തെ ഓണമല്ലേ. ഇത്ര തിരക്കിലാണെങ്കിലും നമ്മുടെ പിച്ചി സുന്ദരി തരുന്ന പൂ പറിച്ച് രാവിലെ കെട്ടുന്നതിൻ്റെ രാവിലത്തെ പരിപാടി കേട്ടോ. ഇതില്ലാത്ത കാര്യമില്ല നമുക്ക് കേട്ടോ, ഇല്ലാത്ത കാര്യമേ ഇല്ല. ഓണത്തിന് പൂവൊക്കെ വാങ്ങിച്ചോ? ഇവിടെ മോളിലെ സ്കൂളിലെ അവരുടെ കോളേജിൽ പരിപാടി ഉണ്ടായിരുന്നല്ലോ, അപ്പോഴ് കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചു കേട്ടോ. അല്ലാതെ നമുക്ക് എന്നും ഇവിടെ ഉണ്ടല്ലോ, പിച്ചിപ്പൂ എന്നും ഉണ്ടല്ലോ നമുക്ക്. അന്ന് മാത്രമേ അവള് കുറച്ച്, പക്ഷെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഈ 75 രൂപയോ എത്ര എങ്ങാണ്ടായിരുന്നു, പക്ഷെ ഒത്തിരി പൂ ഉണ്ടായിരുന്നു കേട്ടോ, മുല്ലപ്പൂ. അപ്പം നിങ്ങൾക്കൊക്കെ പൂവൊക്കെ വയ്ക്കാൻ ഇഷ്ടമാണോ? പൂവിന് പിന്നെ എപ്പോഴും ഇഷ്ടമാണ്. പക്ഷേ ഇതുവരെ തലയിൽ ഒരു പേൻ പോലും വന്നിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ച ഓണത്തിന് മിക്കവാറും ഒക്കെ വരുമെന്ന് പേന്, പക്ഷെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഞാൻ എപ്പോഴും മുല്ലപ്പൂവും പിച്ചിപ്പൂവും ഒക്കെ പോലെ ഇല്ല കേട്ടോ എൻ്റെ തലയിൽ. ഞാൻ വിചാരിച്ചു ഓണത്തിന് വിരുന്ന് വരുമായിരിക്കുന്നു പേനൊക്കെ, പക്ഷെ ഒന്നുമില്ല കേട്ടോ. അപ്പോഴും ചോറൊക്കെ അരി അടപ്പിട്ടു. എല്ലാ കറികളൊക്കെ ഉണ്ടല്ലോ നമുക്ക്, ഇഞ്ചിക്കറി, മാങ്ങ, നാരങ്ങ എല്ലാം നമുക്ക് ഇരിപ്പുണ്ടല്ലോ. പിന്നെ നമുക്ക് കുറച്ച് ഇന്നിപ്പം മീൻ എടുക്കത്തില്ല കേട്ടോ. നമ്മൾ 2-3 ദിവസം കൊണ്ടേ നമ്മൾ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. ഇന്നിപ്പോൾ 1-ാം തീയതി അല്ലേ, കന്നിമാസം 1-ാം തീയതി ആയതുകൊണ്ട് ഇന്നും ഇപ്പം നമുക്ക് മീനൊന്നും ഇല്ല. പക്ഷേ ഒരു ദിവസം പോലും മീൻ കഴിക്കാതെ ആരും ഇരിക്കത്തില്ല. പക്ഷെ നമ്മൾ എന്തായാലും ഓണത്തിനൊന്നും ഇവിടെ മീൻ എടുക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നും നമുക്ക് മീനില്ലാത്ത വെജിറ്റേറിയൻ കറിയാണ്. അതുകൊണ്ട് എനിക്ക് വലിയ പാടൊന്നും ഇല്ല കേട്ടോ. നമുക്ക് അതൊക്കെ ആ കറികളൊക്കെ ഇരിക്കുന്നത് കൊണ്ടേ. പിന്നെ നമ്മുടെ സരസു പറഞ്ഞു സരസുവിൻ്റെ വീട്ടിൽ പോകാം കേട്ടോ. സരസുവിൻ്റെ വീട്ടിൽ പോയി ഇന്ന് നമ്മൾ വിരുന്നിന് ഉച്ച കഴിഞ്ഞൊക്കെ ഞങ്ങൾ പോകും.
രാവിലെ പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഉച്ച കഴിഞ്ഞൊക്കെ ഞങ്ങൾ പാനിയിരിക്കുക കേട്ടോ. സരസുവിൻ്റെ വീട്ടിലെ സരസുവിൻ്റെ ആങ്ങളമാരും നാത്തുമാരും ഒക്കെ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അവിടേക്ക് ഒന്ന് കറങ്ങാൻ പോകണം. അതിനാ നമ്മളിതൊക്കെ കെട്ടി തയ്യാറാക്കി വയ്ക്കുന്നത് കേട്ടോ. ഒരാൾ കുടയും പിടിച്ച് കാറ് കഴുകുന്നത് കേട്ടോ. കൊള്ളാം. എന്തോടെ വെയിലൊന്നും ആയില്ലല്ലോ. രാവിലെ 9:30 ആകുമ്പോഴത്തേന് വെയിലൊന്നും ആയില്ലല്ലോ. അപ്പോഴത്തെ വെയിൽ കൊള്ളണം മോനെ. എടാ വൈറ്റമിൻ ഡി ഒക്കെ നിനക്ക് കുറവാണെങ്കിൽ ഇച്ചി ആയിക്കോട്ടെ, നീ കുട മാറ്റങ്ങ് കേട്ടോ മോനെ. രാവിലത്തെ സൂര്യപ്രകാശം കുറച്ച് കൊള്ളണം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കെട്ട് ശരിയാക്കി വെക്കട്ടെ കേട്ടോ. ഇന്ന് അടുക്കള വലിയ പണിയൊന്നുമില്ല. നമ്മളിങ്ങനെ നേരത്തെ ജോലികളൊക്കെ ഇങ്ങനെ ഒതുക്കി വയ്ക്കും ഓണം ആകുമ്പോഴത്തേനല്ലേ. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഉടായ്പിലെ പണികളാണ്. ഇന്ന് എനിക്കിനി ഒരു പാവയ്ക്ക തീയൽ വെക്കണം. മീൻ എടുക്കാത്തത് കൊണ്ട് ഇന്നൊരു പാവയ്ക്ക തീയൽ വെക്കാം എന്ന് വിചാരിക്കുന്നു. മീനില്ലാത്തത് കൊണ്ടേ. അല്ലാതെയുള്ള തീയലുകൾ എന്നും വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പം പാവയ്ക്ക തീയൽ വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വീഡിയോ എടുക്കുന്നൊന്നും അറിയുന്നില്ല. രാവിലെ ഭയങ്കര പരിപാടിയാണ്. പാവം എൻ്റെ മോന്. ഇതാ കുട്ടാ കൊള്ളാം. തിരിഞ്ഞൊന്നും നിന്നേ കള്ളക്കുട്ടാ. അമ്മ വരണോ ഹെൽപ്പ് ചെയ്യാന്? മഴക്കോളൊക്കെ ഉണ്ട്. അതെ ഭയങ്കര മഴക്കോൾ മോനെ. പടിഞ്ഞാറ് നോക്ക്, ഭയങ്കരമായിട്ട് മഴക്കോൾ. ഞാൻ അമ്മണിക്ക് ഒത്തിരി തുണിയൊക്കെ രാവിലെ വാരിയിട്ട് കൊടുത്തു കേട്ടോ. രണ്ട് ദിവസം കൊണ്ട് നമ്മളെ വിരുന്ന് കളിക്കാൻ നടന്ന് ഒത്തിരി തുണിയൊക്കെ ആയി. അപ്പോൾ രാവിലെ അമ്മണിക്ക് ഞാൻ തുണിയൊക്കെ വാരിയിട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളേ പുട്ടൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ചതയത്തിൻ്റെ പുട്ടൊക്കെ ഞങ്ങൾ തള്ളി മറിച്ചിട്ട് ഇന്ന് പുട്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പുട്ടും പഴവുമായിരുന്നു. ഭയങ്കര ക്ഷീണം കേട്ടോ, ഭയങ്കര ക്ഷീണം എല്ലാവർക്കും. ഈ പുട്ടൊക്കെ കഴിക്കുമ്പം, പ്രഥമം കുടിക്കുമ്പം, സേമിയൊക്കെ കുടിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ക്ഷീണം. അപ്പോൾ ചോറും ഉണ്ട് ഞങ്ങൾ കേട്ടോ. ചോറും ഉണ്ട്. ചോറിട്ടിട്ട് എല്ലാവരും ഓരോരോ എല്ലായിടത്തും ഉണ്ടല്ലോ. അവിടെ മോൻ കിടക്കുന്നിടത്തായിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോരോ കട്ടിലേലോട്ട് കയറി കേട്ടോ. ഞാൻ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കണ്ടേ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സരസുവിൻ്റെ വീട്ടിൽ പോകുന്നതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഇനി ഒരുങ്ങാനൊക്കെ പോവാം. നിങ്ങളെ ഞാൻ ഒരു സാധനം കാണിച്ചില്ലല്ലോ. ഞാൻ ഷോർട്ടിനകത്ത് പറഞ്ഞായിരുന്നു തോന്നേ. ഞങ്ങളുടെ മയിലുകുട്ടന്മാരെ വാങ്ങിച്ചിട്ട് ഒത്തിരി നാളായി. പക്ഷേ ഇപ്പോഴവരെ പെയിൻറ്റ് ചെയ്തത് കേട്ടോ. സ്പ്രേ പെയിൻ്റ് ആണെന്ന് തോന്നുന്നു അവർ ചെയ്തത് കേട്ടോ. നല്ല രസമാണ്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഈ സിമെൻറ്റിനകത്തൊക്കെ നമ്മൾ ഇവിടെ എല്ലാം നമ്മുടെ അരയന്നമൊക്കെ ഉണ്ടല്ലോ, അരയന്നം കൊക്ക്. അതുപോലെ നമ്മുടെ മയിലുകുട്ടന്മാരെ വാങ്ങിച്ചിട്ട് എനിക്കൊന്ന് 1-2 വർഷമായി. ഞാൻ വിചാരിച്ചു വെറുതെ നമുക്കൊരു വെള്ള പെയിൻ്റ് അങ്ങ് കൊടുക്കാമെന്ന്. പക്ഷേ നമ്മുടെ അണ്ണൻ അപ്പോഴേ അത് നമ്മുടെ പെയിൻറ്റിങ്ങുകാരെയും കൊണ്ട് അതിന് പെയിൻറ്റ് ചെയ്യിപ്പിച്ചു. സ്പ്രേ പെയിൻറ്റിങ് കേട്ടോ. ഞാൻ കാണിക്കാം. എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. അങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് കാണാൻ ഒക്കത്തില്ല. ഞാൻ കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ മയിലുകുട്ടന്മാർ. 2 പേരുണ്ട് കേട്ടോ. എനിക്കിതിനകത്ത് ആണും പെണ്ണും ഏതാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നല്ല രസമുണ്ട്. ഇവരെ ഇങ്ങനെ ആക്കി എടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോഴേ വെളിയിലൊക്കെ കൊണ്ടുവച്ചാലേ ഇത് പൊട്ടിക്കീറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് സിമെൻറ്റിൻ്റെ ആണല്ലോ, പൊട്ടിക്കീറാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ നമ്മുടെ വിളക്കുമുറിയുടെ ഫ്രണ്ടിലാണ് ഇവരെ വെച്ചേക്കുന്നത് കേട്ടോ. 2 പേര്. ഇങ്ങനെ 2 പേരും ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ. ഇതിനകത്ത് ആൺമയിലേതാ പെൺമയിലേതാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾ 2 പേരെയും ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പെയിൻറ്റിങ്ങൊക്കെയാണ് കേട്ടോ അവർ ചെയ്തത്. നല്ല പെയിൻറ്റിങ്ങാണ്. നമ്മൾ ജീവനോടെ ഉള്ള മയിലുണ്ടല്ലോ, അതുമാതിരിയാണ് അവർ നമുക്ക് ചെയ്ത് തന്നേക്കുന്നത് കേട്ടോ. വേണ്ട കണ്ടോ, നല്ല രസമാണ് അവർ 2.
പക്ഷെ ഞാൻ വെറുതെ ഒരു വെള്ള പെയിൻ്റാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ ഇവരെ ആക്കി വന്നപ്പം പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് വന്നപ്പോൾ നല്ല സൂപ്പർ കിടു രണ്ടുപേരും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇവരെ രണ്ടിനെ അപ്പോഴും വിളക്ക് കത്തിക്കുന്ന വിളക്ക് മുറിയുടെ ഫ്രണ്ടിൽ അങ്ങോട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച അപ്പോഴവരെ ഇങ്ങനെ നമ്മൾ ഇരുത്തിയേക്കും കേട്ടോ. രണ്ടുപേരും ദേ സെറ്റായിട്ട് ഇരിക്കും കേട്ടോ. ഞാനും അവരുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ. ഇവർക്ക് കമ്പനി കൊടുക്കേണ്ട ആരെങ്കിലും അപ്പോൾ ഞാനിങ്ങനെ വന്നിരിക്കും. കണ്ടോ നമ്മുടെ മയിലുകുട്ടന്മാരെ? നല്ല രസമുണ്ട് കേട്ടോ. നല്ലതാണ് ഇത്. ഇതൊക്കെ പിടിച്ചിട്ടിങ്ങനെ നമ്മളിങ്ങനെ തേക്കുമ്പോഴേ കൈയൊന്നും കൊള്ളത്തില്ലാത്ത പോലെ അവർ നന്നായിട്ട് ഇതിനെന്താ പറയുന്നേ, ഇങ്ങനെ നല്ല ഇതായിട്ട് ആക്കിയെടുക്കുമല്ലോ, മിനുസം ആക്കിയെടുക്കുമല്ലോ. അങ്ങനെയൊക്കെ ഇവർ ചെയ്ത് തന്നേക്കുന്നത് കേട്ടോ. നല്ല ഭംഗി. നമുക്ക് ഇവരുടെ ദേഹത്ത് തൊടാം അല്ലേടാ? പൂവുള്ളതാണല്ലോ പൂവൻ. ആൺമയിലും പെൺമയിലും. ഇതിന് പൂവില്ലല്ലോ, കുറച്ച് പൂവുള്ളൂ. അതിനാണ് ഒത്തിരി വലിയ പൂവുള്ളത്. ആൺമയിലും പെൺമയിലും ഇതേ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുക കേട്ടോ, കഥയൊക്കെ പറഞ്ഞു. ഇടയ്ക്ക് പിന്നെ ഞാനും ഇവരുടെ അടുത്ത് കഥ പറയാൻ വന്നിരിക്കും കേട്ടോ. രാവിലെ നമ്മുടെ സരസ്വ ഉണ്ടല്ലോ, നമ്മുടെ അയ്യത്തൊക്കെ പിന്നെ നടക്കാൻ എല്ലാ അമ്മമാരും ഇങ്ങനെ രാത്രി കിടന്നുറങ്ങി എന്നിട്ട് രാവിലെ എല്ലായിടവും പോയി പരിശോധിക്കും. ഒരു കരിയില പോലും അവരൊന്നും വെറുതെ വിടത്തില്ല, എല്ലാം പൊക്കി നോക്കും. അപ്പോഴും നമ്മുടെ സരസ്വ ഇന്ന് അയ്യത്തൊക്കെ പോയി പൊക്കി കരിയിലയൊക്കെ പൊക്കിയിട്ട് ഇഞ്ഞ് വന്നപ്പോഴത്തേനുണ്ടല്ലോ ഭയങ്കര സങ്കടവും മോന്തെല്ലാം കൂടി ഇത്രയുണ്ട്. എന്താ സംഭവം എന്നറിയാമോ? പിന്നെ ഇന്നലെ രാത്രി നമ്മുടെ അയ്യത്ത് പന്നി കയറി കാച്ചിലൊക്കെ എടുത്തുകൊണ്ട് പോയത് ഭയങ്കര സങ്കടം. കാച്ചിലും പിന്നെ ചേമ്പും ഒക്കെ എടുത്തുകൊണ്ട് പോയെന്ന്. അപ്പോഴേ ഒത്തിരി ദിവസം കൊണ്ട് പന്നി ഇങ്ങനെ ബഹളം വെക്കുക എന്ന് പറയുന്നത്. ഇന്നലെ നമ്മുടെ അയ്യത്തിന് കയറി അതുകൊണ്ട് നമ്മുടെ സരസ്വന് ഭയങ്കര വിഷമം. ഉച്ചയ്ക്ക് എന്നോട് പറയാന്നേ കാച്ചിലെല്ലാം എടുത്തുകൊണ്ട് പോയെന്ന്. അപ്പോഴും ഞാൻ പോയി നോക്കിയില്ല. അതിൻ്റെ ഒരു കിറുവുണ്ട് കേട്ടോ. ഇനിയിപ്പം ഞാനേ അയ്യത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ, അല്ലെങ്കിൽ പറയത്തില്ലേ വാലാട്ടിക്കിലി വന്നു കേട്ടോ. അപ്പോഴും പറയത്തില്ലേ നമ്മൾ പോയി നോക്കിയില്ലെന്ന്. അങ്ങനെ ഇന്നലെ ഞങ്ങളുടെ അയ്യത്ത് പന്നി ഇറങ്ങി. ഭയങ്കര പട്ടി പറയാം, രാത്രിയാകുമ്പോൾ ഭയങ്കര പട്ടി പറയാം. അപ്പോൾ ഇവന്മാർ വന്ന് നമ്മുടെ അയ്യൻ കിളക്കാരെ ഒന്നും വിളിച്ച് നിർത്തേണ്ട കാര്യമില്ല കേട്ടോ. നമ്മുടെ പന്നിക്കുട്ടന്മാർ അയ്യൊക്കെ ഇങ്ങനെ കിളച്ച് തന്നോളൂ. സരസുവിൻ്റെ ആ ഒരു പരാതി നമുക്ക് തീർക്കണമല്ലോ. അപ്പോൾ ഞാനേ അയ്യത്തൊന്ന് കറങ്ങിയിട്ട് നോക്കട്ടെ. നമ്മുടെ കാച്ചിലോ ചേമ്പോ അവന്മാർ കൊണ്ടുപോകും കേട്ടോ. അതിൻ്റെ വേണ്ട പോകുന്ന ഒരാൾ പിന്നെ അതിൻ്റെ അവന്മാർ കയറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വാഴയുടെ കുഞ്ഞ് വിത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവന്മാർ കൊണ്ടുപോകും കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങളുടെ എന്തൊക്കെ പോയി എനിക്കത് ഇഞ്ചി വരെ അവന്മാർ തോണ്ടിക്കൊണ്ട് പോകുമെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടേക്ക് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരട്ടെ കേട്ടോ. ഇവിടെ കറങ്ങിയിട്ടൊക്കെ വരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ടാറ്റ പോകുന്നെന്ന്. അപ്പോഴേ ഇനിയിപ്പം ടാറ്റ വാനൊക്കെ ഞാൻ അയ്യത്ത് പോയി നോക്കിയിട്ടേ പോകുന്നുള്ളൂ. അപ്പോഴവിടേക്ക് ഒന്ന് പോയി കറങ്ങി അമ്മയ്ക്കൊരു സമാധാനം വരുമല്ലോ. ഞാൻ പോയി നോക്കിയെന്നുള്ളൊരു സമാധാനം വരുമല്ലോ. പാമ്പ് സരസു കേട്ടോ. സരസു എൻ്റെ പിയും കൂടെ അവിടെ എല്ലാം നട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പോയി നോക്കിയിട്ടൊക്കെ വരാം. എന്നിട്ട് നാളെ പറയാം കേട്ടോ. എന്തെങ്കിലും പോയെങ്കിൽ നിങ്ങളുടെ അടുത്ത് നാളെ പറയാം ഞാൻ. അപ്പം ഞങ്ങൾ ടാറ്റയൊക്കെ ഒരുങ്ങട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളായിരുന്നല്ലോ, ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.